அப்போ இந்தியாவில் உயிரோடு இருக்கிற ஒரே ஒரு கிராண்ட் மாஸ்டர். 2 பேர், ஒன்று நான், என் மகன் வெற்றி. இஸ் ஆல்சோ எ கிராண்ட் சன். உலகத்திலேயே மிகப்பெரிய வெற்றிக்காரன். ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന ടൂർണമെൻറ്റ് മാച്ച് ആയിട്ടാണ് കേട്ടോ. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് കൊടുക്കാം. ഓക്കെ, സോ എന്തായാലും നമ്മളിന്ന് കളിക്കുമ്പോൾ നമ്മുടെ LEG ടൂർണമെൻറ്റ് ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ വട്ടം വീഡിയോ ഇട്ടായിരുന്നു. സൈഡിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അതിൻ്റെ മൂന്നാമത്തെ മാച്ചാണ്. രണ്ടാമത്തെ മാച്ച് നമ്മൾ ജയിച്ചു, അത് കുറച്ച് കംഫർട്ടബിൾ വിന്നായിരുന്നു. അപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് ഇതുപോലെ തോന്നിയില്ല എനിക്ക്. അത്യാവശ്യം ലീഡിൽ ജയിച്ചു. അപ്പോൾ എന്തായാലും അടുത്തൊരു ഗെയിം പ്ലേ എന്തായാലും വന്നിട്ടുണ്ട്. സോ ഇതെന്തായാലും പെടക്കെ വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് നമ്മുടെ GenX റിപ്പേഴ്സ് പറഞ്ഞ ടീമായിട്ടാണ്. അതിലത്തെ മാധവായിട്ടാണ് കേട്ടോ. ആൾ F2Pയിൽ അത്യാവശ്യം കിട്ടുന്ന പ്ലെയറാണ്. ടോപ്പ് 500 ഒക്കെ കയറുള്ള ഒരു പ്ലെയറാണ്. ഓക്കെ, സോ അത്യാവശ്യം കിട്ടുന്ന ഓപ്പോണ്ടാണ്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. F2P പ്ലെയറാണെന്ന് പറഞ്ഞതിൻ്റെ അടുത്ത്. സോ ഓൻ്റെ സ്റ്റേഡിയത്തിലാണ് കളി. ഓക്കെ, എടാ പിയോളും സെലിബിയും ഫോം ഔട്ടാണ്. നമുക്ക് എന്തായാലും കക്കയും വേണ്ടേക്കും ഫോം ഉണ്ട്. നമുക്ക് എന്തായാലും കക്കേനെ ഇറക്കാം. ഓക്കെ, വേണ്ടേക്ക് അവിടെ. ഓക്കെ, വേണ്ടേക്കിനെ ഇറക്കാം. ഇൻമാച്ച് റോളൊന്ന് സെറ്റ് ചെയ്യാം. വേണ്ടേക്കിന് ഹെഡിങ്ങിന് പിടിച്ചിടാം. അവിടെ എടുക്കട്ടെ. ഒപ്പോണൻറ്റ് F2P ആണ്. കുഴപ്പമില്ലാത്തൊരു സ്കോഡ് ഉണ്ട് കേട്ടോ. എന്തായാലും സ്റ്റാർട്ട് കൊടുക്കാം. നമുക്ക് മാക്സിമം എടുക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അയ്യോൻ്റെ സ്കോഡ് ഒന്നുകൂടി നമുക്കൊന്ന് നോക്കി നോക്കാം. സ്കോഡിൽ നമുക്ക് സ്കോഡ് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ക്വിക്കറസൊക്കെ ഉണ്ട്. സോ എന്തായാലും സ്റ്റാർട്ട് കൊടുക്കാം. അപ്പോൾ സ്കോഡ് സെറ്റൊക്കെ തന്നെയാണ്. F2P ആണെങ്കിലും അത്യാവശ്യം കിടിലം പ്ലേയേഴ്സ് ഉണ്ട്. നല്ല ഭാഗ്യമുള്ള ഒരു അക്കൗണ്ടാണെന്ന് തന്നെ പറയാം. F2Pയിൽ ഇത്രയ്ക്ക് കിട്ടണമെങ്കിൽ നല്ല ഭാഗ്യം വേണമല്ലോ. ക്വിക്കറസ് ഉണ്ട്, പിന്നെ നമ്മുടെ ഒക്കെ സിദോർഫിൻ്റെ റയൽ മാഡ്രിഡ് കാർഡൊക്കെ ഉണ്ട്, പിന്നെ എമാലുണ്ട്. നമ്മുടെയൊക്കെ F2P അക്കൗണ്ടാണെങ്കിൽ പൂജ്യമായിരുന്നു ഒന്ന് കിട്ടാണ്ട്. സോ ചെക്കൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലേയേഴ്സൊക്കെ ഉണ്ട്. സോ എന്തായാലും സെൻറ്റർ ബാക്കിൽ പിന്നെ ഗട്ടൂസെ ഹൊയ്സനാണ് കളിക്കുന്നത്. ഗട്ടൂസെ ഡിസ്ട്രോയറാണ്. അപ്പോൾ സെൻറ്റർ ബാക്കിൽ ഹൈറ്റിൻ്റെ ഒരു പ്രശ്നം വരും. ക്രോസ് ഇട്ട് കളിക്കാൻ നമുക്ക് നോക്കി നോക്കാം. എന്തായാലും ഗോളടിച്ച് വിന്നെടുക്കണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സോ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. വാഹ നാട്ടോ എൻ്റെ പേര്. സോ ഓൻ്റെ ടച്ചാണ് ഫോർലാൻഡ്. ടച്ചിടണില്ലല്ലോ ഒക്കെ. മച്ചു ടച്ചിട് മച്ചു. ഓക്കെ, റോഡ്രി ലോഫ്റ്റ് അടിച്ചു. ഫോർലാൻഡ് അതെൻ്റെ ടാറ്റിക്സ് ആണല്ലോ പുല്ലി. ഓക്കെ, എൻ്റെ പൊന്നെ നെയ്മർ. ഓക്കെ, മാൾഡീനെ എടുത്തിട്ടുണ്ട്. ലോഫ്റ്റ് അടിച്ചു. റൊണാൾഡോ അല്ല, റൊമിക്കാണ് പോയി. സോ റൊണാൾഡോക്ക് വെച്ച് ഞാൻ. ഓക്കെ, കക്ക ആൻഡ് ഇറ്റ്സ് ബെയിൽ ത്രൂ ബോൾ ടു റൊണാൾഡോക്ക് വെച്ചിട്ടുണ്ട്. ബട്ട് കോസ്റ്റക്കോട്ട എടുത്തിട്ടുണ്ട് ഗൈസ്. കോസ്റ്റക്കോട്ട അറിയാലോ നമുക്ക്, കിടിലാണ്. ഫോർലാൻഡ് ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. പിർലോ എടാ. ഓക്കെ, തൂറം മെസ്സി പിർലോ ത്രൂ ബോൾ ടു കക്ക ത്രൂ ബോൾ ടു റൊണാൾഡോ. ടേൺ എടുക്കും. പക്ഷേ കിട്ടിയില്ല. ഓക്കെ, നമ്മൾ എടുത്തിട്ടുണ്ട് ബെയിൽ ആൻഡ് ത്രൂ ബോൾ. റൊണാൾഡോക്ക് പോയില്ല. യമാൽ ടു ഫോർലാൻഡ്. എൻ്റെ പൊന്നെ വേണ്ടേക്ക്. ഓക്കെ, നൈസ് ടാക്കിൾ ഫ്രം മാൻഡേക്ക് ആൻഡ് ഇറ്റ്സ് റൊണാൾഡോ. ബെയിൽ കക്ക. ഫുള്ള് മിസ്സായിടാ. അത് കൺഫ്യൂഷൻ ആയോടെ. കോസ്റ്റക്കൂട്ട ലോഫ്റ്റ് അടിച്ചു. ഫോർലാൻഡാണ്. വേണ്ടേക്ക് എടുക്ക്. ഓക്കെ, വേണ്ടേക്ക് നൈസ് ഹെഡ്. ബട്ട് ഓൻ്റേക്ക് പോയത് നെയ്മർ. എൻ്റെ പൊന്നെ. ഓക്കെ, മാൾഡീനെ എടുത്തിട്ടുണ്ട്. ലോഫ്റ്റ് അടിച്ചു. റൊണാൾഡോക്ക് പോയില്ലല്ലേ. ഓക്കെ, റൊണാൾഡോക്ക് ഇപ്പോൾ പോയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ബെയിൽ ത്രൂ ബോളൊക്കെ. മിസ് പാസസ് ഒരുപാടുണ്ട്. ഓക്കെ, നൈസ് ആണ്. അവനും പിന്നെ മത്സരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ബെയിൽ റൊണാൾഡോ ടേൺ എടുക്കാം. ഓക്കെ, റൊണാൾഡോ അടുപ്പിച്ച് നോക്കാം. ഓക്കെ, റൊണാൾഡോ എടാ വേറെ എജ്ജാതി ഷോട്ടാണ്. നോക്കി പിർലോ. ഓക്കെ, ദൂരം വെച്ചു. പിർലോക്കിനെ തിരിച്ചു വയ്ക്കാം. ഓക്കെ, പിർലോ ദൂരം ടേൺ എടുക്കാം. ഓക്കെ, ക്രോസ് വയ്ക്കാം. ആൻഡ് ഇറ്റ്സ് റൊണാൾഡോ. എടാ ക്ലോസ് മിസ്സസ് രണ്ടെണ്ണം ഗൈസ്. ഒരെണ്ണം പോസ്റ്റും അടിച്ചു പോയി, ഒരെണ്ണം മിസ്സായി പോയി. ഓപ്പൺ ഹെഡർ ആയിരുന്നു അത്. റെഡ്ഡീതെ. ഓക്കെ, നൈസ് വൺ. ബട്ട് ഓൻ്റെയൊക്കെ വന്നു ഇത് യമാൽ. ഓക്കെ, നമ്മൾ എടുത്തിട്ട് മാൾഡീനി. എഗെയിൻ ഓൻ്റെലാണ്. എടാ ബെയിലെടുത്തത്. ഓക്കെ, നൈസ് വൺ. എടാ മിസ് പാസ് ആണല്ലോ ഫുൾ എൻ്റെ. ഓക്കെ, ഫോർലാൻഡ് വേണ്ടേക്ക്. ഓക്കെ, നൈസ് ഇൻ്റർസെപ്ഷൻ ഫ്രം വേണ്ടേക്ക്. ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഹെഡ് ചെയ്യുക റൊണാൾഡോ. ഓക്കെ, നൈസ് ഹെഡ്. ബെയിൽ. ഓക്കെ, ബെയിൽ എടുത്തിട്ടുണ്ട്. എഗെയിൻ ഓൻ്റെ പശയാണ് കേട്ടോ കാലില്. ഓക്കെ, റോഡ്രി. ഓക്കെ, ഓനൊരു അന്തല്ലാത്ത പോലെ കളിക്കുന്നുണ്ട് വായത്തിന്. ഓക്കെ, പിർലോ ത്രൂ വയ്ക്കാം. ആൻഡ് ഇറ്റ്സ് റൂമിനിങ്. എടാ നൈസ് ത്രൂ ബോളായിരുന്നു. ബട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല എന്നുള്ളൂ. ഓക്കെ, നമ്മൾ എടുത്തിട്ടുണ്ട് പിർലോ ആൻഡ് ഇറ്റ്സ് വിയേര. കക്ക റൂമിനിങ് ഡബിൾ ടച്ച് ഇടാം. ഓക്കെ, റൂമിനിങ് അടിച്ചോക്കാം. റൂമിനിങ് ബാങ്കർ ഫ്രം റൂമിനിങ് ആൻഡ് ഇറ്റ്സ് 1-0.
ഒരു രക്ഷയില്ല. ഡബിൾ ടച്ച് ആൻഡ് ബൂം. റുമിനിങ് ഇസ് ബെസ്റ്റ്. ഒരു രക്ഷയില്ല തട്ടിയിരുന്നത്. ഓക്കെ, ഡീഗോ ഫോർലൈൻ ആണ് കേട്ടോ. ആൻഡ് ഇറ്റ്സ് റോഡ്രി. അതെൻ്റെ കളി തന്നെ കേട്ടോ. ഓൻ എൻ്റെ കളി കളിക്കുന്നുണ്ട്. വെച്ചാൽ ഞാനിങ്ങനെ കളിക്കാറ്, അത് ഉദ്ദേശിച്ചിട്ടോ. നമുക്ക് തന്നെ അങ്ങനെ കളിക്കുമ്പോൾ നമ്മളെല്ലാം ഓർമ്മ വരും ആദ്യം. ഓക്കെ, മെസ്സി ആൻഡ് ഇറ്റ്സ് തൂറം. ഓക്കെ, ലോഫ്റ്റർ കളിക്കാം. ഓക്കെ, മെസ്സി ഒന്ന് ടേൺ എടുത്തേ. ഓക്കെ, പോയി പുല്ല് ഗൈസ്. 36 മിനിറ്റായുള്ളൂ. എന്തുകൊണ്ട് സംഭവിക്കുക, ബട്ട് ഗോൾ അടിക്കണം, അത്രേ ഉള്ളൂ. ആൻഡ് അള്ളീനെ ഇട്ടിയതേ. ശേ. ഓക്കെ, നെയ്മർ ജൂനിയർ ടാക്കിൾ ചെയ്തേ. ഓക്കെ, നൈസ് വൺ. തൂറം, പിർലോ ത്രൂ ബോൾ വയ്ക്കാം. ഓക്കെ, മെസ്സി എടുത്തിട്ടുണ്ട്. ഭാഗ്യമുണ്ട്, വെറുകുമ്പിട്ട് ഡേ കൂടെ സാധനം പോയിട്ട്. ഓക്കെ, മെസ്സി മസലഡ ഉണ്ടാവും. ഓനെ റീഡ് ചെയ്തിട്ട് നന്നായിട്ട് തേങ്ങ. അത് പറഞ്ഞു, ഓൻ അത്യാവശ്യം കൂളിച്ചുണ്ട്. ഇങ്ങനെ റീഡ് ചെയ്യാനൊക്കെ അത്യാവശ്യം കൂളിച്ചുണ്ടെങ്കിൽ നല്ല രീതിയിൽ കളി റീഡ് ചെയ്യാൻ പറ്റുമോ. ഓക്കെ, കക്ക ആൻഡ് ഇറ്റ്സ് റൂമി. ഓക്കെ, റൊണാൾഡോ അടിപ്പിച്ചോക്കെ. എത്തിയില്ലടാ. ജസ്റ്റ് മിസ്. ഗോൾ അടിക്കായിരുന്നു വീണ്ടും. ഓക്കെ, ഇറ്റ്സ് ടെർ സ്റ്റെഗനാണ് കേട്ടോ. ഓക്കെ, എന്തായാലും ഫസ്റ്റ് ഹാഫ് അതിനിപ്പോൾ 1-0. അവൻ്റെ അറ്റാക്ക് അങ്ങനെ ഇതായി വന്നില്ല. അതെ, 0 ടാർഗറ്റാണ്. ഓക്കെ, എന്നാലും നമുക്ക് സെക്കൻഡ് ഹാഫ് നോക്കിയോ ഗൈസ്. ഓക്കെ, സെക്കൻഡ് ഹാഫ് നോക്കിയോ. അവൻ്റെ വലിയ അടിയൊന്നും വന്നില്ല. നമ്മൾ 4 ഷോട്ടൊക്കെ അടിച്ച് കുഴപ്പമുണ്ടായിരുന്നില്ല. എന്തായാലും സെക്കൻഡ് ഹാഫ് നമുക്ക് എന്താവും നോക്കാം. ഓക്കെ, റൂമിനിങ് ആൻഡ് ഇറ്റ്സ് വിയേറ. ഓക്കെ, ലോഫ്റ്റർ കളിക്കാം. റൂമി ആൻഡ് ഇറ്റ്സ് റൊണാൾഡോ. ത്രൂ ബോൾ ടു കക്ക. നൈസ് വൺ. ഓക്കെ, ടേൺ എടുക്കാം. നൈസ് വൺ. കക്ക കേൾ അടിപ്പിച്ച് നോക്കാം. കക്ക എടാ സേവ് ഇട്ടാ. ടെർ സ്റ്റെഗൻ. സെർജീനോ ലോഫ്റ്റർ കളിച്ചിട്ടുണ്ട്. ഓൻ തൂറം അടിയതേ. പിർലോ എടുത്തിട്ടുണ്ട്. ഭാഗ്യമുണ്ട്, ബാലൻസിലാണ്ട് പിർലോണ്ട് കിട്ടില്ലെന്നായിരുന്നു. കക്ക ആൻഡ് റൊണാൾഡോക്ക് പോയില്ലടാ. ഓക്കെ, എമാൽ. ഓക്കെ, നമ്മൾ എടുത്തിട്ടുണ്ട്. മാൾഡീനി ആൻഡ് ഇറ്റ്സ് ബെയിൽ. പാസ് ടു മാൾഡീനി. ഓക്കെ, പാസ് ടു റൊണാൾഡോ ആൻഡ് ഇറ്റ്സ് കക്ക. റൊണാൾഡോ ത്രൂ ബോൾ ടു ബെയിൽ ബട്ട് ഇന്റർസെപ്റ്റഡ് ബൈ കോസ്റ്റക്കോട്ടെ ആൻഡ് ഇറ്റ്സ് എമാൽ അഗെയിൻ. ലോഫ്റ്റഡ് ബോൾ ടു ഫോർലൈൻ. എടാ കഴിച്ചുകൊണ്ടത് ഗോളി. ഓക്കെ, നൈസ് വൺ. എടാ ഭാഗ്യം. ഓക്കെ, റൊണാൾഡോ. ഓക്കെ, ഗുഡ് വൺ ഫ്രം ഉലിവർഗാൻ ആൻഡ് ഇറ്റ്സ് കക്ക. പിർലോ റൊണാൾഡോ ടു ബെയിൽ ടു മിസ് പാസ് ടു ഗൊട്ടൂസോ. ഓക്കെ, എമാൽ അഗെയിൻ. ഓക്കെ, മാൾഡീനി കൈകാര്യം ചെയ്തിട്ട് എമാലിനല്ലേ. ഓക്കെ, കക്ക ത്രൂ ബോൾ വയ്ക്കാം. റൊണാൾഡോ കോസ്റ്റക്കോട്ടെ. ലോഫ്റ്റഡ് ബോൾ ടു എടാ അവിടെ പിർലോ എടുത്തില്ല പക്ഷേ. ആൻഡ് ഇറ്റ്സ് ഗ്രീസ്മാൻ. ഫോർലാൻ നെയ്മർ. ഓക്കെ, നമ്മൾ എടുത്തിട്ടുണ്ട്. തൂറം. അയ്യേ എടാ വന്നെടുക്ക്. ഓക്കെ, നമ്മുടെയാണ് ഭാഗ്യമുണ്ട്. ഓക്കെ, പിർലോക്ക് വയ്ക്കാം. അയ്യേ ശേ വീണ്ടും മിസ് പാസ്. ആൻഡ് ഇറ്റ്സ് ആബി അലൻസോ. നെയ്മർ. ഓക്കെ, നമ്മൾ എടുത്തിട്ടുണ്ട്. വേണ്ടി. അയ്യോ വീണ്ടും മിസ് പാസ്. സെർജീനോ. എൻ്റെ പൊന്നളിയ നെയ്മർ എടുത്തത്. ഓക്കെ, മാൾഡീനി ഭാഗ്യമുണ്ട്. മാൾഡീനി കൈകാര്യം ചെയ്യുന്നുണ്ട് നന്നായിട്ട്. പിർലോ ടു എഗെയിൻ മിസ് പാസ്സാണ്. മിസ് പാസ് അല്ല, ക്ലാഷ് വന്നു അവിടെ. ഓക്കെ, തൂറം. പിർലോ. ഓക്കെ, എഗെയിൻ ഡബിൾ മൈൻഡ് കളി കളിക്കണം മൊത്തം, അതാ പ്രശ്നം. ഓക്കെ, മെസ്സി ഉള്ളിക്ക് വരാം. ഓക്കെ, നൈസ് ഡ്രിബിൾ ഫ്രം മെപ്പി. ഓക്കെ, വിയേറ. റുമി. ഓക്കെ, ബെയിൽ. ക്രോസ് ഇടാം ആൻഡ് ഇറ്റ്സ് റൊണാൾഡോ. എത്തിയില്ല. എന്തായാലും 76 മിനിറ്റ് ആയിട്ട് ഗൈസ്. ഓക്കെ, അവൻ എന്തായാലും പോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്താം. ഓക്കെ, എട്ടും അറിയാലോ സ്ലാറ്റനാണ്. പിന്നെ ക്രോയിഫ് വരട്ടെ. പെലെ എവിടെ? പെലെ വരട്ടെ. സീദോർഫ് മതി. ഓക്കെ, അത്രയും മതി. സോ എന്തായാലും നോക്കി നോക്കാം. ഒരു ഗോൾ കൂടെ അടിക്കണം, എന്നാലും സേഫാവുള്ളൂ. കാരണം ഈ 1-0 ലീഡ് അത്ര അറിയാലോ നിങ്ങൾക്ക്, അത്ര ഇതല്ല. എപ്പോൾ വേണമെങ്കിലും പണി കിട്ടാമെന്നുള്ളൊരു ലീഡാണ് ഈ 1-0. അപ്പോൾ നിങ്ങൾ കളിക്കുമ്പോൾ 1-0 നിന്ന് കളി വെച്ച് കളിപ്പിക്കരുത്. കളിക്കുമ്പോൾ ഒരു 2 ഗോളൊക്കെ അടിച്ച് ലീഡിൽ നിൽക്കാൻ നോക്കുക. ഇപ്പോൾ 2 ആണെങ്കിലും ഒരു ഗോൾ അപ്പോൾ ഇങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക് അവിടെ സമ്മർദ്ദത്തിൻ്റെ പ്രശ്നമാണ്. ഓക്കെ, ഹെഡ് ചെയ്തേ. വേണ്ടേ. ഓക്കെ, നൈസ് വൺ. സീദോർ. അയ്യേ കാലുകൊണ്ട് കൊടുക്കണോ തലയും കൊണ്ട് കൊടുത്തേക്കണം. നോക്കും മെസ്സി ആൻഡ് എൻ്റെ പൊന്നെ ഗുയിക്കൂറസ്. എടാ ക്ലിയർ. ഭാഗ്യം കൈസ്. തൂറം. പെലെ ആൻഡ് ഇറ്റ്സ് ബെയിൽ. പെലയ്ക്ക് വെക്കാം. പാസ് പെലയ്ക്ക് കിട്ടിയില്ല. ആൻഡ് ഇറ്റ്സ് മെസ്സി. എൻ്റെ പൊന്നെ നേരത്തെ ഇപ്പോൾ ഇട്ടിട്ടെന്നാലും. ആൻഡ് ഇറ്റ്സ് ബെയിൽ. ഓക്കെ, പെലെ നൈസ് വൺ. ബെയിൽ പോയി. ഞാൻ വിങ്ങ് കൂടെ ഈ സ്ലൈഡറിന് ക്രോസ് കൊടുക്കാൻ നോക്കിയതാണ്, പക്ഷേ പൂവും കണ്ടപ്പോൾ ഞാൻ ത്രൂ വയ്ക്കാൻ നോക്കി, അതും പോയി.
ആൻഡ് ഇറ്റ്സ് കോസ്റ്റക്കൂട്ട് അഗൈൻ സാബി അലൻസോ. അളിയ പന്തെടുത്തേ. ഓക്കെ, മാൾഡീനെ എടുത്തിട്ടുണ്ട്. വിയേറ, പെലെ, ഊഞ്ചി. ഓക്കെ പെലെ, ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. മാൾഡീനി, ലോഫ്റ്റ് അടിച്ചു. സ്ലാട്ടൻ ആൻഡ് ഇറ്റ്സ് സിദോർ, എറ്റോ ആൻഡ് ഇറ്റ്സ് ക്രോയിഫ്. ഓക്കെ, ഒന്നിട്ട് എടുക്കാം, അടുപ്പിച്ച് നോക്കാം. ഓക്കെ ക്രോയിഫ്, എടാ സേവ് ഇട്ടാ, ഓപ്പൺ പോസ്റ്റ് ആയിരുന്നില്ല അത്. ആൻഡ് സാബി അലൻസോ റണ്ണിണ്ട്. ഓക്കെ ആയിസ്, എന്തായാലും ഫുൾ ടൈം ആയിട്ട് 1-0 വിക്ടറി കിട്ടിയിട്ടുണ്ട്. ഒയ്യോ, പക്ഷേ ആ തൂറത്തിൻ്റെ ക്ലിയറൻസിൽ പണി പാളിയായിരുന്നു. തൂറം കിടിലൊരു ഇൻ്റർസെപ്ഷൻ ആയിട്ടോ, അത് ഒരു രക്ഷയില്ല. മാച്ച് വിന്നിങ് ഇൻ്റർസെപ്ഷൻ ആയിരുന്നു അവിടെ. ഗോൾ ലൈൻ സേവ് വേണമെങ്കിൽ പറയാം. സോ 0 ഷോട്ട് തന്നെ അടിച്ചിട്ടുള്ളൂ കേട്ടോ, പക്ഷെ അതൊരു ഡേഞ്ചർ സിറ്റുവേഷൻ ആയിരുന്നു നമുക്ക്. 3 സേവ് ഉണ്ടോ അവൻ്റെ. ഓക്കെ, സോ കുഴപ്പമില്ല, കളി കംഫർട്ടായിട്ട് നമ്മളെടുത്ത്. പാസിങ് ആയിക്കോട്ടെ, ഇതിലൊക്കെ പവർ കാർഡ്സിൻ്റെ പവർ ഉണ്ട് നമുക്ക്. അതില്ല നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അവൻ്റെ ടെർസ്റ്റേഗനാണ്, ഓൻ്റെ സർജിന്, കോസ്റ്റക്കൂട്ടെ, സാബി, ഗട്ടൂസോ. കുഴപ്പമില്ല, എന്നാലും അവൻ്റെ ഒരു പൊരുത്താളെ കാർഡ്സൊക്കെ ഉണ്ട് കേട്ടോ ഒരുവിധം. നമ്മുടെ ഒരു പിന്നെ പേറ്റ് തന്നെയാണ്, നമ്മളറിയാലോ, പൈസ അടുപ്പാന്ന് പറയാം. ഹൈലൈറ്റ്സ് കാണാം. ഇത് റൊണാൾഡോയുടെ ഷോട്ട് പോസ്റ്റും അടിച്ചു. ഇത് ഡബിൾ ടച്ച് ഇട്ടിട്ട് നല്ലൊരു സാധനം. ഡബിൾ ടച്ച് വന്നില്ല, സോറി, സാധാ അടി നല്ലൊരു സാധനമായിരുന്നു അത്. പക്ഷേ ബാറും അടിച്ചല്ല, പോസ്റ്റും അടിച്ചു പോയി. ഓ, പോസ്റ്റ് വിളിക്കണ നോക്കി, ഏതാ അടി സാധനം. ഇത് തന്നെ റൂമിയുടെ ഡബിൾ ടച്ച് ആൻഡ് പോവും. അതൊരു മൈൻഡ് ഗെയിം ആയിരുന്നു, കാരണം അവൻ ഒന്ന് വരാൻ നോക്കി, ഞാനപ്പോൾ അവിടെ നിന്നു. പിന്നെയാണ് ഞാൻ ഡബിൾ ടച്ച് ഇട്ട്. അതെൻ്റെ ഐക്കോണിക് മൂവ്മെൻറ്റ്, ഡ്രിബിളിങ് അല്ല ഡബിൾ ടച്ച് ആൻഡ് ബൂം ആയിരുന്നു. കണ്ടോ, ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്തോടെ, കണ്ടോ, പിന്നെയാണ് ഞാൻ ഡബിൾ ടച്ച് ഇട്ട്. അത് ഐക്യു. ഇത് പിന്നെ കക്കയുടെ ഷോട്ട് ഞാൻ ടേൺ എടുത്തു, അടിച്ച് കേടാകുമ്പോൾ സേവ് ഇട്ടു. ഇതുപോലെ തന്നെ ലാസ്റ്റും ഉണ്ടായത്. ക്രോയിഫിൻ്റെ ആ ഷോട്ട് അത് നല്ലൊരു ട്രൈ ആയിരുന്നു. ഇത് നല്ല സേവ് ആയിട്ടോ, ടെർസ്റ്റേഗൻ്റെ കൈ കൊണ്ട് അമക്കി വിട്ടു അവൻ. ഇതായിരുന്നു ക്രോയിഫിൻ്റെ, ഞാൻ പറഞ്ഞ് അവിടെ ഒന്ന് വലിച്ചു അവൻ. അവൻ്റെ പ്ലെയർ പോയി അവിടെ, പക്ഷേ അത്യാവശ്യം കേട് വന്നില്ല. അത് സാധൊരു കേട് വന്നുള്ളൂ, കണ്ടോ. പക്ഷേ കുഴപ്പമില്ല, എന്തായാലും നല്ല കളിയായിരുന്നു, ഒന്നും പറയാനില്ല. ജി മാധവ് ബ്രോ. അപ്പോൾ അടുത്തൊരു മാച്ച് കൂടി കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. ടൂർണമെൻറ്റ് ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്ത് പിന്നെ നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. ക്യുക്ക് കൗണ്ടർ വെച്ചിട്ടാണ് കളിക്കുന്നത്, അത് വേറെ കാര്യമായിട്ട്. ടൂർണമെൻറ്റ് കുറേ പേര് വെച്ചാൽ ഈ കളി നോക്കാണ്ട് തന്നെ ഈ നമ്മുടെ ക്ലോപ്പിനെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. ക്യുക്ക് കൗണ്ടർ ഭയങ്കര മോശമാണ്, കളിച്ച് നോക്കും കൂടിയില്ല. ക്യുക്ക് കൗണ്ടർ പോരാ, ലൈവ് ഇടുമ്പോഴും കാണാം ക്യുക്ക് കൗണ്ടർ മാറ്റി. ക്യുക്ക് കൗണ്ടർ പോരാ, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് ശരിക്ക്. ഇതിൽ അറ്റാക്കിങ് നല്ല രസമുണ്ട്, ഡിഫൻസ് പൊട്ടുണ്ട്. ഞാനത് ഓൾറെഡി നമ്മുടെ റിവ്യൂവിൽ പറഞ്ഞാൽ, നമ്മൾ മാനേജർ റിവ്യൂ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതിൽ പറഞ്ഞായിരുന്നു ഇത് ഹൈ ലൈനാണ്. എങ്ങനെ പോലും നല്ല പ്ലേയേഴ്സ് ഒക്കെ വരുമ്പോൾ ത്രൂ ബോൾ വരുമ്പോൾ ഡിഫൻസ് പൊട്ടിന്ന് വരും. പക്ഷേ നമ്മളത് മാക്സിമം ഇവിടേക്ക് ഇപ്പോൾ ഒരു 4 അടിക്കുകയാണെങ്കിൽ അങ്ങോട്ട് ഒരു 5 അടിക്കണം, ആ ഒരു ഇതിൽ കളിക്കണം. അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് മെയിനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആദ്യം ടേസ്റ്റ് നോക്കുക, എന്നിട്ട് വേണോ വേണ്ടത് തീരുമാനിക്കുക. ഇപ്പോൾ കുറേ പേര് ഇതൊന്ന് നോക്കാണ്ട് വിമർശിക്കുന്നുണ്ട്, അവരോടാണ് ഞാൻ പറയുന്നത്. ആദ്യം ഒന്ന് രുചിച്ച് നോക്ക് സുഹൃത്തേ. ഇതൊന്നും എടുക്കാത്തവന്മാരാണ് പറയുന്നത് സാബി അല്ല ഇപ്പം പോരാണ്, ആര് ക്ലോപ്പ് പോരാന്ന്. ഒന്ന് തൊട്ട് നോക്കിയിട്ട് കൂടി ഇടാം ക്ലോപ്പിനെ. അവന്മാരാണ് പറയുന്നത് ക്ലോപ്പ് പോരാ, സാബിയാണ് ബെസ്റ്റ്, LBC ആണ് ബെസ്റ്റ്, ക്യുക്കോ LBC ബെസ്റ്റാണ്. LBC നമ്മൾ കളിച്ചേർന്ന തന്നെയാണ്. അപ്പോൾ LBC നിന്ന് മാറ്റിയിട്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് ഈ QCയിൽ കിട്ടുന്നത്. നല്ല ഇല്ല കളിക്കാൻ പറ്റുന്നുണ്ട്, എൻ്റർടൈൻ ചെയ്ത് കളിക്കാൻ പറ്റുന്നുണ്ട്. ഡിവിഷനിലിപ്പോൾ ലോസ് 13 ഉണ്ട്, പിന്നെ 80 ഉണ്ട് കിടക്കുന്നുണ്ട്. പക്ഷേ കളിക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട് ഇതിട്ട് കളിക്കുമ്പോൾ, അതല്ല നമുക്ക് വേണ്ടത്. പിന്നെ ഈ ഫോർമേഷനാക്കി അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഫോർമേഷൻ ഇട്ടുണ്ടെങ്കിൽ ടൂർണമെൻറ്റ് നമുക്ക് മുന്നോട്ട് പോകാം. ഇടയ്ക്ക് മാറ്റുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ വീഡിയോയിൽ പറയും കേട്ടോ. ഓക്കെ, സോ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ്. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.